ഇത് ഈ ഒളിപ്പിക്കുന്ന പതിവുണ്ടോ നിനക്ക് ലക്കി? ഇനി സംസാരിക്കാം ഉണ്ടാ? ശരി മോനെ, നമുക്ക് നമ്മുടെ ഈ സീരിയലിൻ്റെ കഥാപാത്രത്തിലേക്ക് വരാം. ലക്കി ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ലക്കിയാണെന്ന് ലക്കിയസ്റ്റ് പേഴ്സൺ ആണോ? ഇവരുമായിട്ട് ഗുണ്ടായസം കാണിക്കുന്നു, വികൃതി കാണിക്കുന്നു, ഫേസ് കണ്ടാലേ ഒരു ചെറിയ ക്യൂട്ട്നെസ് ഉണ്ട്, അങ്ങനാണോ? ആ സീരിയലാണോ? ആ സീരിയല് ആ പറ. കേക്ക് മേടിച്ച് ഞാനല്ല ഞാനാരായി? നിങ്ങനെ വണ്ടി കിടന്നോണ്ടിരിക്കുകയാണ്. കോമഡി പറഞ്ഞ എന്റെ കുറ്റം തന്നെയാണ് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ വണ്ടിയിൽ നിന്ന് കുറെ ഇതുകളൊക്കെ പറഞ്ഞു, കോമഡികളൊക്കെ പറഞ്ഞു. കിടന്ന് ഉറങ്ങാൻ നോക്കിയപ്പോ ഇവര് ചിരിച്ച് എനിക്ക് ഉറക്കം വരുന്നില്ല. രാത്രിയില് അത് മോശമല്ലേ? പാട്ട് പാടി. ഈ ഇന്റർവ്യൂ കഴിയുമ്പം എന്റെ തലമുടി ഇങ്ങനെയൊക്കെ എറുത്തടിച്ചോലൊക്കെ ഇരിക്കും. എന്നെ ഇവര് പമ്പരം കറക്കിക്കൊണ്ടിരിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് വേണ്ട. മാറ്റർ വിടാം. ഓക്കെ, താങ്കൾ ഒരു മോഡലല്ലേ? മാഡം ഒരു മോഡലിങ് ചെയ്യുന്ന ഒരാളല്ലേ? റാമ്പല്ല എന്ന് ചെയ്തല്ലോ മോളെ. ഈ മുത്തെന്നുള്ള കഥാപാത്രം മോളിപ്പോൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം കാണുന്നുണ്ട്. ഈ കഥാപാത്രം ചെയ്യുമ്പം ഒത്തിരി ഇഷ്ടം ആരാ ഇതിനകത്ത്? ഒരിക്കലല്ല, ഇതെല്ലാം ക്യാമറ. ചേട്ടാ, ഇത് പുറത്തു വിടാൻ പാടില്ല. ക്യാമറ ഓഫ് ചെയ്ത് കുഞ്ഞൊരു കാര്യം പറയാൻ പോവാ. ഇല്ല പറഞ്ഞില്ല. ഇല്ല പറഞ്ഞു, ചെവി പറഞ്ഞു. കഥാപാത്രത്തിൽ ഈ മരിച്ച ആളിനി കഥാപാത്രം ഇല്ല. അപ്പൊ തിരിച്ചു വരാത്തോണ്ടൊരു വിഷമം. രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ ഒരാൾ പ്രതീക്ഷിച്ചു, അയാളെ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടി പ്രതീക്ഷിച്ച് താങ്കളുടെ ഇടത്ത് സൈഡിൽ ഇരിപ്പുണ്ട്. മണിയെ ഇഷ്ടമല്ല? മണി ഇങ്ങനെ നോക്കുകയാണ്, എന്നെ ഇഷ്ടമാണെന്ന് പറയൂ എന്നുള്ളത്. അതോ ലക്കീനെയാണോ ഇഷ്ടം ഏറ്റവും കൂടുതൽ? രണ്ടുപേരെ ഇഷ്ടം അല്ലേ? ഇനി മുത്തിനടുത്ത് ചോദിക്കട്ടെ. മോളെ വളരെ പൊടി എന്നെ നിങ്ങൾ വട്ടാക്കിയിട്ട് എനിക്ക് പേര് മറന്നുകൊണ്ടിരിക്കുക ഇവിടെ. എനിക്ക് ആ കൺഫ്യൂഷനായി. ശിവ അല്ല, ഞാൻ മണിന്ന് തന്നെ വിളിക്കാം. ശിവ എന്ന് എനിക്കറിയാം, പറഞ്ഞു തന്നല്ലേ. മണിന്ന് വിളിക്കാം. നമ്മൾ മണിമുത്തിൻ്റെ സീരിയലല്ലേ ഇരിക്കുന്നത്, മണിക്കുട്ടി. മക്കളെ, ഈ ക്യൂട്ട്നെസ് കാണുമ്പോഴേ വളരെ ഈ ഇവിടെ ഉള്ളവരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കാറുണ്ടോ? അവന്തിക അല്ലേ? ഹാപ്പി ഭയങ്കര എന്ന് പറഞ്ഞേ, എന്നെ പിടിച്ചിട്ടെന്ന് പറയാൻ നോക്കട്ടെ, ഒന്ന് കാണിച്ചു. ഇങ്ങനെയാണ് കാണിക്കുന്നത്. നുള്ളും ഇഷ്ടം കൊണ്ടാത് കേട്ടോ. ഇപ്പം എനിക്കും തോന്നുന്നുണ്ട്, ഇവളെ ചെറിയ കവളാതെ ഇങ്ങനെ പിടിക്കാൻ തോന്നും, അവനെ ഇങ്ങനെ പിടിക്കാൻ തോന്നും. ഈ കവളൊക്കെ ചെറിയ കുട്ടികൾക്കുള്ളതേ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോളെ കഥാപാത്രം എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു മോഡൽ സ്റ്റൈലുള്ള കഥാപാത്രമാണ് അല്ലേ? ഒരു നാട്ടിലെ പാവപ്പെട്ട വീട്ടിലെ കൊച്ചിൻ്റെ കഥാപാത്രം. അമ്മയായിട്ട് ചെയ്യുന്ന കഥാപാത്രമാണ് അല്ലേ? ഇപ്പം ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ആരാ ഇവിടെ? മിമ്മുവിനെ കോപ്പി അടിക്കാൻ പാടില്ല. ആണോ? വേറെ ആരും ഇഷ്ടമല്ല? ആ, പക്ഷെ അവൻ വിചാരിച്ച അവനെ ഇഷ്ടമെന്ന് പറയാൻ വരുന്നത് ഫ്രണ്ടായിട്ടെന്ന് പറയാൻ വന്നത്. ഇല്ലല്ല, കഥാപാത്രത്തെ കുറിച്ച് പറ. എങ്ങനെയാണ് കഥാപാത്രം? ഇപ്പോൾ മോക്ക് ഭയങ്കര പാടുണ്ടായിരുന്നോ ആദ്യം ക്യാമറയിലൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ, നോക്ക് സംസാരിക്കുമ്പോഴൊക്കെ? ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്കിളിനോട് സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട്? ടെൻഷൻ തോന്നുന്നുണ്ടോ? വട്ടനാന്ന് തോന്നുന്നുണ്ടോ? നീ കൗണ്ടർ അടിക്കുന്നത് എനിക്കറിയാം കേട്ടോ. ഈ കഥാപാത്രം ചെയ്യുമ്പോഴേ അങ്ങൾ ചോദിച്ച പോലെ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പം പേടി തോന്നിയിട്ടുണ്ടോ? അവർ പ്രോംപ്റ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യ സമയങ്ങളിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ തോന്നിയിട്ടേ ഇല്ല? നമുക്ക് പേടിയില്ല, നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് പേടിയില്ല അല്ലേ? പേടിയൊന്നുമില്ല. സാറിനോട് ചോദിക്കാമോ? സാറിനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാമോ സാറിനോട്? കാര്യം ഇതിലെ ഏറ്റവും വലിയ വില്ലൻ കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് അല്ലേ? പക്ഷെ ആൾ യഥാർത്ഥത്തിൽ പാവമാണ് കേട്ടോ. എനിക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ലക്കി, മോന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? ഉറക്കെ പറ. അങ്ങനെ സംസാരിക്കാം കേട്ടോ. ശംഭു എത്രത്തോളം ഭയങ്കരനാണ് ഇതിനകത്ത്? ഇവരോട് ചോദിക്കാം, എത്രത്തോളം ഭയങ്കരനാണ് ശംഭു? ആണോ? നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്?
അവൻ ഇന്നാളത്തെ ഒരു സീനിൽ ഞങ്ങള് അവന് ഗെയിം കൊടുക്കാഞ്ഞിട്ട് അവൻ മിൽക്ക് ഷേക്ക് എടുത്ത് മേലൊഴിച്ചിട്ട് ഞങ്ങൾ ഒഴിച്ചാന്ന് പറയും. അവന്റെ ചേച്ചി ഇവിടെ അടിക്കും. അങ്ങനെ കഥാപാത്രത്തിൽ അല്ലേ അടിക്കുന്നു. അപ്പൊ ഇവന് ഈ ടാബ് തരുമെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ എടുത്ത് ഒഴിച്ചെന്ന് പറയുമ്പോ ഇവന് ടാബ് കിട്ടുമല്ലോ. അങ്ങനത്തെ എല്ലാം അങ്ങനെ അവൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ ചെയ്യാത്ത ഒറിജിനൽ ലക്കി എങ്ങനാ പറ? ഞങ്ങള് സൈക്കിൾ കൊടുക്കാഞ്ഞിട്ട് ചെളി കിടന്ന് ഉരുണ്ടിട്ട് അവന്റെ അമ്മയോട് പോയി പറയും ഞങ്ങള് ഉന്തി തള്ളിയിട്ടാണ് ചെളിയില്. തന്നെ തള്ളിയിട്ടാണ്. ഇദ്ദേഹം ആരുടെ മകനാണ്? പറഞ്ഞു കൊടുക്കണ്ട, സീരിയല് കാണാതെ. ഹലോ, ഇത് കഴിഞ്ഞല്ലേ? എല്ലാം കഴിഞ്ഞ കഥാപാത്രമല്ലേ പറയുന്നത്? ഇപ്പൊ എടുക്കുന്നല്ലോ പറയുന്നത് മാഡം. ഇപ്പൊ എടുക്കുന്ന എനിക്കറിയാം. ആ ഇപ്പൊ എടുക്കുന്നവനറിയാതെ. അല്ല, ഇത് കഴിഞ്ഞ കാര്യങ്ങളല്ലേ പറയുന്നേ? അതല്ലേ നമുക്ക് അറിയണ്ടേ? ഈ പുറത്തൊക്കെ പോകുമ്പോഴേ, നിങ്ങൾ വെളിയിലൊക്കെ പോകുമ്പോഴേ ആൾക്കാരൊക്കെ വരുമോ ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ടൊന്ന് സെൽഫി ഒക്കെ എടുക്കാറുണ്ടോ? അതെന്താ? വെളിയിൽ പോകുമ്പോൾ വേറെ കോസ്റ്റ്യൂം എന്താ ഇങ്ങനെയുള്ള കോസ്റ്റ്യൂമേ അല്ല അല്ലേ? താങ്കളെ അറിയാറുണ്ടോ മാഡത്തിനെ? ബമ്പർ സീരിയൽ പോയിട്ടുണ്ടോ? അതിനകത്ത് എന്താ ചെയ്തേ? ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തു നോക്കട്ടെ. ഒരു ചെറിയൊരു കഥ ഞങ്ങൾ നോക്കട്ടെ. കുഞ്ഞിന്റെ സ്റ്റാൻഡപ്പ് കോമഡി ചെറുതായിട്ട് അല്ല, ഓർമ്മയിലുള്ള അതിൽ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെ. ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരാൾ നടന്നു പോകുന്നു, കുഴിയിലേക്ക് വീഴുന്നു, കുഴിയിൽ നിന്ന് കയറണം, പക്ഷെ അയാൾ വീണ്ടും കുഴിയിലേക്ക് വീഴുന്നു. അതെങ്ങനെ നമ്മളത് ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ പറയും? ഇയാൾ ഒരു കൊമേഡിയനല്ലേ? മാഡം എന്നൊക്കെ വിളിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നേ. അല്ല, മോളല്ല, അദ്ദേഹം മാഡം എന്നൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞേ. പറയൂ, ഒരു സ്റ്റാൻഡപ്പ് കോമഡി പറയൂ. ഞാൻ പറയാം, ഒരാൾ കുഴിയിൽ വീഴുന്നു, വീണ്ടും വീഴുന്നു. അതിനെ കുറിച്ച് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ടാക്കാമോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൃദുൽ എന്നാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു കടയിൽ പോയപ്പോൾ ഒരാളിങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കിനും അയാൾ ഒരു കുഴിയിൽ വീണു. പിന്നെ പറഞ്ഞിട്ട് അവള് തന്നെ ചിരിക്കുന്നു. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. എങ്കിലും മോള് അറ്റംപ്റ്റ് ചെയ്തല്ലോ. ഇപ്പം 18 സ്റ്റാൻഡപ്പ് ചെയ്തു, 9 കോമഡിയും ചെയ്തു അല്ലേ? സ്കിറ്റ് ചെയ്തു. കുഞ്ഞിനെ എങ്ങനെ അറിയാനാ? നേരത്തെ പറഞ്ഞിട്ട് വരണ്ടേ? നിനക്കൊന്ന് നേരത്തെ പറഞ്ഞിട്ട് വന്നൂടെ അല്ലേ മോളെ? പഠിച്ചു വെച്ചേനെ. അതാ പറഞ്ഞ പ്രേക്ഷകരോട്, നിനക്കൊന്ന് നേരത്തെ പറഞ്ഞിട്ട് വന്നൂടെ? കുഞ്ഞ് പഠിച്ചു വെക്കത്തില്ലായിരുന്നോ? സോറി മാഡം, ഇനി അങ്ങനെ പറഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന്റെ നമുക്ക് മിമിക്രി കേട്ടാലോ? Maybe we are poor, police, trolley puller, but we are not beggars. You enjoy the status in life because of our certain blood. Let it be the last time if you dare say that word once more. I will pull out your bloody tongue. Kayadikada. Adi.